ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈത്താക്കാലത്തിലെ ഓരോ ആഴ്ചയും സഭാമാതാവ് നമ്മുടെ വിശുദ്ധനായി തരുന്നത് എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ പറ്റും, അങ്ങനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇന്ന് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് ആത്മശോധന ചെയ്യാൻ ധ്യാനിക്കാനാണ് സഭാമാതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ടൂറൊക്കെ പോകുമ്പോൾ ഈ കമ്പം തേനി അങ്ങനെ സ്ഥലത്തേക്കൊക്കെ പോകും അല്ലേ, പോകാറില്ലേ? മുന്തിരിത്തോട്ടം കാണാനാണ് പോകാറ്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? മുന്തിരിക്കൊലകളിലേക്കാണ്. അങ്ങനെ പഴുത്ത് നിൽക്കുന്ന മുന്തിരിക്കൊലകൾ ആസ്വദിച്ചിങ്ങനെ നടക്കും. ഈ മുന്തിരിക്കൊലകളൊക്കെ കിടക്കുന്നത് എവിടെയാണ്? തണ്ടിന്മേലാണോ? അല്ല, അതിൻ്റെ ശാഖകളിലാണ്. അതിൻ്റെ കൊച്ചു കൊച്ചു ശാഖകളിലാണ് നിറച്ച് മുന്തിരി ഇങ്ങനെ കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. നമ്മൾ ആരെങ്കിലും അതിൻ്റെ തണ്ട് നോക്കാറുണ്ടോ? മൈൻഡ് ചെയ്യാറ് പോലുമില്ല. നമ്മൾ ആ മുന്തിരി തൂങ്ങിക്കിടക്കുന്ന ആ ശാഖകളെ നോക്കി, ആ മുന്തിരികളെയൊക്കെ ഒന്ന് തൊട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്ന് നോക്കി, ചുറ്റുപാടും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി, ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പറിച്ചു തിന്ന്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശാഖയെ ശ്രദ്ധിക്കും, തായ്തണ്ടിനെ ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സുവിശേഷം ധ്യാനിക്കുമ്പോൾ കർത്താവ് ഈ അപ്പസ്വലന്മാരെ നമ്മളെയൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരികയാണ്. നിങ്ങളിൽ ഒരുപാട് ഫലങ്ങളുണ്ടാകും. നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെയാണ്. നിങ്ങൾ ഓടി ഒരു അവാർഡ് വാങ്ങിച്ചാൽ, ഫസ്റ്റ് വാങ്ങിച്ചാൽ നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങൾക്ക് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടിയാൽ നിങ്ങളുടെ സൗന്ദര്യത്തെ അംഗീകരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കൈക്കരുത്തിൻ്റെ പേരിൽ, ഇപ്പോൾ പഞ്ചഗുസ്തിയുടെ പേരിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടി കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിക്കും. അല്ലെങ്കിൽ ഓട്ടത്തിൽ, ചാട്ടത്തിൽ, ഓരോ മത്സരത്തിൽ സമ്മാനം കിട്ടി കഴിഞ്ഞാൽ അതിനെയൊക്കെ അഭിനന്ദിക്കും. നിങ്ങൾ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ അഭിനന്ദിക്കും. അപ്പോഴൊക്കെ കർത്താവ് പറഞ്ഞു തരികയാണ്, ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരാളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലം മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഞാനുണ്ട് എന്ന് നീ ഓർക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ആ പുറകിൽ പ്രവർത്തിക്കുന്ന കരം കാണാറില്ല. നമ്മളെ താങ്ങി നിർത്തുന്നത്, നമ്മളെ ഓരോ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളാണ്. വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ യാക്കോബിനോട് എന്ന പോലെ നമ്മുടെ ഓരോരുത്തരോടും കൂടെയുണ്ട്. അവിടെ നിന്നാണ് നമ്മെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ സർവാധിപന കർത്താവ് എന്നുള്ള പാട്ട് പാടുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയോട് ചേർന്ന് നിന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. എത്ര മനോഹരമായുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും ഓർത്തിരിക്കണം, നമ്മൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ ഒരു കരമുണ്ട്, ഒരു സ്നേഹമുണ്ട്. കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുടുംബം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ജോലി കിട്ടിയില്ല, ഇൻ്റർവ്യൂവിന് അവർ സെലക്ട് ആയിട്ടില്ല. അപ്പം അതിൻ്റെ പേരിൽ വലിയ വിഷമിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. കർത്താവ് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരുപാട് ഈശോയെ വിളിക്കുന്നതാണ്, ഈശോപ്പ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ച് ഒരുപാട് ഒരുങ്ങിയിട്ടും ആ ഇൻ്റർവ്യൂ പാസ്സായില്ല. അച്ഛാ, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ഞങ്ങളിലുള്ള തടസ്സം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ, ആദ്യത്തെ വർഷം തന്നെ ആ ഭാര്യ ഗർഭിണിയായി എന്ന് വിചാരിക്കുക. നമ്മൾക്കതിൽ ഒരു സ്വാഭാവികത അല്ലേ, ഒരു പ്രത്യേകതയൊന്നുമില്ല. വിവാഹം കഴിഞ്ഞു, മക്കളുണ്ടാകേണ്ടതാണ്, കൊച്ചുണ്ടായി, അത്രയേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞു, കുഞ്ഞുണ്ടാകുന്നില്ല. രണ്ടാമത്തെ വർഷം കഴിഞ്ഞു, കുഞ്ഞുണ്ടാകുന്നില്ല. മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയൊക്കെ സമർപ്പിക്കുന്ന സിറ്റുവേഷനിലേക്ക്. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഒടുവിൽ ഭാര്യ ഗർഭിണിയായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ വർഷം തന്നെ ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ വിലയാണോ 5ാമത്തെ വർഷം ഉണ്ടാകുന്ന കുഞ്ഞിന് കിട്ടുന്നത്? ആണോ? എന്തൊരു ശ്രദ്ധയായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും. അപ്പോൾ തമ്പുരാൻ വിലപ്പെട്ട എന്തെങ്കിലും നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വൈകിപ്പിച്ചിട്ടേ തരികയുള്ളൂ. ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം, ആ ഇൻ്റർവ്യൂ ആ കുട്ടി പാസ്സായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ആ ജോലിയല്ല, അതിനേക്കാളും മുകളിലുള്ള, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അതിന് കാത്തു നിൽക്കാനായിട്ട് നമുക്ക് സമയമില്ല. പഴയ നിയമത്തിൽ കായേനും ആബേലും ബലിയർപ്പിച്ച സംഭവം നമ്മൾ ഓർക്കാറുണ്ട് അല്ലേ? കായേനും ബലിയർപ്പിച്ചു, ആബേലും ബലിയർപ്പിച്ചു.
എന്തുകൊണ്ടാണ് ആബേലിൻ്റെ ബലി സ്വീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻ ആടിൻ്റെ നല്ല കൊറു നോക്കിയിട്ട് ബലിയർപ്പിച്ചു, അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ എന്താണ് മാംസഭോജിയായിരുന്നു, അത് നോൺ വെജ് ആയിരുന്നത് കൊണ്ടാണ് അവൻ്റെ ബലി സ്വീകരിച്ചതെന്നൊക്കെ ഇങ്ങനെ പിള്ളേരിങ്ങനെ തമാശയ്ക്കൊക്കെ പറയാറുണ്ട്. എന്നിട്ട് കായലിനെ കുറിച്ച് പറയുന്നത് അവൻ ചീഞ്ഞ സാധനങ്ങൾ ബലിയർപ്പിച്ചു, പച്ചക്കറി, ചീഞ്ഞ പച്ചക്കറി ബലിയർപ്പിച്ചു. അവൻ ചീഞ്ഞ പച്ചക്കറി ബലിയർപ്പിച്ചു എന്ന് വല്ല കാര്യമുണ്ടോ നമ്മൾ പറയേണ്ടത്? അവന് കിട്ടിയ പച്ചക്കറി ചീഞ്ഞതൊന്നുമല്ല, അവന് കൃഷി ചെയ്ത് കിട്ടിയതിൽ ഓരോ ഓഹരി കൊണ്ട് അവനും സമർപ്പിച്ചതാണ്. പക്ഷെ അവൻ ശ്രദ്ധിച്ചില്ലെന്നുള്ളതാണ്. ശ്രദ്ധിച്ചില്ല, കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചില്ല. ഒരു പക്ഷേ നമ്മൾ രണ്ടുപേര് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, അതിൻ്റെ അർത്ഥം ഇപ്പുറത്തിരിക്കുന്ന റോണിയുടെ പ്രാർത്ഥന കേൾക്കില്ലെന്നാണോ? ആണോ? അല്ല, അടുത്ത പ്രാവശ്യം അവൻ്റെ പ്രാർത്ഥനയാണ് കേൾക്കുക. ഈ പ്രാവശ്യം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ അടുത്ത പ്രാവശ്യം അവൻ്റെ പ്രാർത്ഥന കേൾക്കും. ദേ അർജന്റീനയും അതുപോലെ സ്പെയിനായിട്ടുള്ള കളി ഭയങ്കര ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. നമ്മുടെ കളക്ടറാണെന്നുണ്ടെങ്കിൽ അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ സ്കൂളൊക്കെ അവധി. അപ്പം എന്നെ വിളിച്ചേക്കാണ്, അച്ഛാ നാളെ കാലത്ത് പള്ളി കുർബാന ഉണ്ടാവുമോ? സ്കൂൾ വരെ അവധിയാണ്, വൈകുന്നേരത്തേക്ക് മാറ്റാൻ കുർബാന. അർജന്റീന ഫാൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുർബാന പതിവ് പോലെ ഉണ്ടാകും, നിങ്ങൾ പറ്റുകയാണെങ്കിൽ വായു, അല്ലെങ്കിൽ തലയും മുണ്ടിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആ പരിപാടി അവസാനിപ്പിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വിജയത്തിൻ്റെ പുറകിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഒരിക്കൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് പരാജയപ്പെടുമെന്നാണോ? അല്ല, അടുത്ത പ്രാവശ്യം നമ്മൾ വിജയിക്കും, അല്ലേ? ഒരു എട്ടുകാലി വല കെട്ടുന്ന സമയത്ത് അത് ആദ്യത്തെ പ്രാവശ്യം ചാടുമ്പോൾ തന്നെ ആ വല അവിടെ എത്തില്ല. പക്ഷേ അത് പിന്നെയും ചാടി അത് എത്തുന്നിടത്തോളം, അത് അവിടെ വരെ എത്തുന്നിടത്തോളം അത് ചാടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് അതാണ്. കേൾക്കുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ പറയാറുണ്ട്, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, അല്ലേ? നമ്മൾ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് കുറി കിട്ടണേ, കർത്താവേ എനിക്ക് ഇന്നത്തെ നിറക്ക് കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, നിറക്ക് കിട്ടിയില്ല. നമ്മൾ അതോടുകൂടി പ്രാർത്ഥന അവസാനിപ്പിക്കല്ലേ? അതേസമയത്ത് നോക്കി, നമ്മുടെ ഒരു 5 പവൻ്റെ മാല കാണാണ്ടായെന്ന് വിചാരിക്കും. 2 പ്രാവശ്യം അന്വേഷിച്ചു. ഞാൻ വീടിൻ്റെ അവിടെ ഒന്ന് നോക്കി, അളമാരിലൊന്ന് നോക്കി, മാല കാണാനില്ല. അച്ഛാ അതുകൊണ്ട് ഞാൻ എൻ്റെ അന്വേഷണം നിർത്താം എന്നാരെങ്കിലും പറയുമോ? ആരും പറയില്ല. വിലപ്പെട്ട സാധനം നഷ്ടപ്പെട്ടാൽ കണ്ടു കിട്ടുന്നത് വരെ മനസ്സമാധാനം ഉണ്ടാവില്ല, നമ്മൾ അന്വേഷിക്കും. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് മാത്രം 2 പ്രാവശ്യം കുർബാനയ്ക്ക് വന്നു, 7 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു, അത് ചൊല്ലി കിട്ടിയില്ല അച്ഛാ, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത വഴി നോക്കാൻ പോവാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ വിജയത്തിൻ്റെ പുറകിൽ, നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പുറകിൽ, നമ്മൾക്കിന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ, നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ, നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പുറകിൽ, നമ്മൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ആരോഗ്യം ആയുസ്സും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മുടെ കർത്താവിൻ്റെ കരമുണ്ട് എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. കർത്താവിനെ മറക്കരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുർബാനയ്ക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉദാഹരണം അത് നിങ്ങളോടുകൂടി പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിങ്ങനെ 2 വൃക്ഷങ്ങളെ എടുക്കുകയാണ്, ഒരു വൃക്ഷത്തെയും ഒരു തയ്യേയും. അപ്പോൾ ഒന്നാമത്തേത് തെങ്ങാണ്, തെങ്ങ്. രണ്ടാമത്തേത് ഒരു റോസാ ചെടിയാണ്. തെങ്ങിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, നല്ല ഉയരത്തിൽ ഇതിങ്ങനെ വളർന്നു നിൽക്കും, ആര് നോക്കിയാലും കാണാം, നിറച്ച് തേങ്ങയൊക്കെ ഉണ്ടായി നിൽക്കും. ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മരമാണ് തെങ്ങ്. ഒരു കാറ്റുണ്ടായാലും നമ്മൾ തെങ്ങിനെയാണ് ശ്രദ്ധിക്കുക, അല്ലേ? റോസാ ചെടി ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഈ തെങ്ങ് ഇങ്ങനെ ആടുമ്പോൾ കർത്താവേ വീടുമേക്ക് വീഴല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങിനെയാണ് നോക്കുക. കർത്താവിൽ ആശ്രയം വയ്ക്കാതെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച്, സ്വന്തം കഴിവുകളെക്കുറിച്ച്, മുന്തിരിച്ചെടി തായ്തണ്ടി നിൽക്കാതെ ഇങ്ങനെ തനിക്ക് കുറേ മുന്തിരിപ്പഴങ്ങളുണ്ടെന്ന് അഹങ്കരിക്കുന്നവരെ ഈ തെങ്ങിനോട് ഞാനിങ്ങനെ ഉപമിക്കുകയാണ്. അവർ ഒരുപാട് ശ്രദ്ധ ആകർഷിക്കുന്നവരാണ്. അവരെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായാൽ വെള്ളമൊക്കെ കൊടുക്കും, അവരെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായാൽ കാശ് വാരി വിതറും. അവരെപ്പോഴും ശ്രദ്ധ നേടുന്നവരാണ് സമൂഹത്തിൽ. പക്ഷേ ഈ റോസാ ചെടി ഉണ്ടല്ലോ, അതുമ്പോൾ മുള്ളൊക്കെ ഉണ്ട്, കാണാനും വലിയ അഴകൊന്നുമില്ല. അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായാൽ മദ്യം വിളമ്പില്ല, അതുകൊണ്ട് അവരെ ആർക്കും വേണ്ട. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, ഒരു കാര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല. അവരിങ്ങനെ തുള്ളിച്ചാടി എല്ലാത്തിൻ്റെയും കുറേ കൂടെയൊക്കെ നടക്കുകയോ തങ്ങൾക്ക് പേര് കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഇവർ വലിയ വിലയൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, കൂടുതൽ കായ്ക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ 2നെയും വെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. തെങ്ങ് ഇങ്ങനെ കൊലച്ചിങ്ങനെ നിൽക്കുകയാണ്, എല്ലാവരും നോക്കുമ്പോൾ വലിയ പുള്ളിയാണ് അവൻ, നല്ല വിളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ദൈവം വിചാരിക്കുന്നത്, കുറച്ചും കൂടി ഫലം ഉണ്ടാവട്ടെ, കുറച്ചും കൂടി വിളയട്ടെ, അങ്ങ് തലയങ്ങ് വെട്ടിയെന്ന് വിചാരിക്കും. വെട്ടി എന്താ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞു, അതോടെ ഉണങ്ങി തീർന്നു അവൻ്റെ കത്തിക്കൽ. ആ സമയത്ത് റോസാ ചെടിയാണ് വെട്ടിയെങ്കിലോ
ഒറ്റ വെട്ട് കിട്ടണോട് കൂടിയിട്ട് ആ വെട്ടുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റുപാടുകളിലേക്കും ശിഖരങ്ങൾ വന്നു. അതിലെല്ലാം നിറച്ച് മുട്ടുണ്ടായി, അതിലെല്ലാം നിറയെ പൂവുണ്ടായി. അപ്പോൾ നമുക്ക് പുറം ലോകം കാണുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടുന്ന വിധത്തിൽ ജീവിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല കേട്ടോ. തന്നെ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, പക്ഷേ അതിനുവേണ്ടി മാത്രം പ്രയത്നിച്ച് ജീവിച്ചാൽ ഒറ്റ വെട്ടിൽ നമ്മൾ ഉണങ്ങിപ്പോകും. അതിൻ്റെ പുറത്ത് കർത്താവിനെ പ്രീതിപ്പെടുത്തി നമുക്ക് പറ്റാവുന്നത്ര നന്മ പ്രവർത്തികളൊക്കെ ചെയ്യും, വചനം പാലിച്ച് ജീവിച്ച ഒരു പക്ഷേ ലോകം നമ്മളെ ശ്രദ്ധിച്ചു എന്നൊന്നും വരില്ല, അല്ലേ? അൽഫോൺസമ്മയൊക്കെ ജീവിച്ചപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുപോലെ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ച സമയത്ത് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഭ്രാന്തെന്നാണ് വിളിച്ചിരുന്നത്, ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോഴോ നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തോരം സഹനങ്ങൾ ഏൽക്കുന്നവരൊക്കെ ഓടിച്ചെന്ന് അസീസി പുണ്യാളുടെയും അൽഫോൺസമ്മയുടെയൊക്കെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ പരിശ്രമം കൊണ്ടല്ല നമുക്ക് വിജയം കിട്ടുന്നത്. നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിജയം തരുന്നത് കർത്താവാണ്. ആ കർത്താവിനെ മറക്കരുത് ജീവിതത്തിൽ. എന്നും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലൊക്കെ വ്യാപരിക്കുന്നവരാണ്, പക്ഷേ ഒരു കൈ കർത്താവിൻ്റെ അടുത്ത് പിടിച്ചിട്ട് മറു കൈ കൊണ്ട് ലോകത്തിലൊക്കെ സഞ്ചരിക്കുക. ഈ പിടുത്തം വിട്ടാൽ നമ്മൾ പോകും. ഒരു ഒഴുക്ക് വെള്ളത്തിൽ നല്ലൊരു തടിക്കഷ്ണം എടുക്കുകയാണെന്ന് വിചാരിക്കും, നമുക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുക? കരയ്ക്കുള്ള വിട്ടുപോകാത്ത എന്തെങ്കിലും ഒരു ശക്തിയുള്ള എന്തെങ്കിലും കമ്പിലോ വള്ളിയിലൊക്കെ മുറുകെ പിടിച്ചിട്ടാണ് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അതെടുക്കുക. അപ്പം അതിനിത്തിരി ഭാരമുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചാലോ നമ്മുടെ ജീവിതം തീർന്നു പോകും, ഒഴുക്കിപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരു പിടുത്തം, കർത്താവിലുള്ള പിടുത്തം വിടാതെ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കാനായിട്ട്, ജീവിതത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോയോട് ചേർന്ന് നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.